Welcome to Prestige and Dish Gold Co-Present ഒന്നൊന്നൊരു രുചി. Refreshment partner East Tea, breakfast partner Major Foods and electronics partner Pittapalli Agencies. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്നൊരു രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്രാടവും തിരുവോണവും ഒക്കെ കഴിഞ്ഞു, ആഘോഷമൊക്കെ കഴിഞ്ഞു, ബന്ധുവീടുകളിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാ എപ്പിസോഡിലെ പോലെ ഇന്നും ഒരു അതിഥിയുണ്ട് നിങ്ങളെ റിലാക്സ് ചെയ്യിക്കാനായിട്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ടി വിയിലൂടെ സുപരിചിതനായ ഒരു യുവ ഗായകൻ, കണ്ണൂരിലെ റോഷൻ. നമുക്ക് റോഷനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. 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 ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇതൊരു പ്രത്യേകതയുണ്ട്, ഇദ്ദേഹത്തെ എനിക്ക് കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് അറിയണമെന്നില്ല, 2011-ലോ 12-ലോ എനിക്ക് ലണ്ടനിൽ വന്ന് ഒരു ഓണ പ്രോഗ്രാമിന് വെച്ചാണ് കണ്ടത്. അത് വീണ്ടും നമ്മൾ കാണുന്ന വീണ്ടും ഒരു ഓണ പ്രോഗ്രാമിനാണ്. അപ്പൊ നമ്മൾ അന്ന് ബ്രോംലിയിലെ മലയാളികൾക്ക് വേണ്ടിയിട്ട് തുഷാരടി ചേട്ടൻ, ഗിന്നസ്, അങ്ങനെയുള്ള എല്ലാ ഭാമ, നമ്മുടെ തന്നെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രോഗ്രാം ആയിരുന്നു. അന്നത്തെ ഒരു പ്രത്യേകിച്ച് നിങ്ങൾ UK-ലൊക്കെ കറങ്ങി നടന്നിട്ട് ഭക്ഷണമൊന്നും ഇല്ലാതെ, അപ്പൊ ഇവര് വന്നപ്പം അതിന്റെ സംഘാടകർ പറഞ്ഞു ഇവർക്ക് നല്ലൊരു ഓണസദ്യ കൊടുക്കണം. അത് പറഞ്ഞ് നമ്മൾ ഓണസദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തൊരു പരിചയം കൂടെ ഭക്ഷണം കിട്ടാതെ ലണ്ടനിലൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷത്തോടെ വന്നെങ്കിലും UK-ലെ പല സ്ഥലങ്ങളിലൊക്കെ പോയി ഇവരുടെ ഫുഡൊന്നും ശരിയായില്ല. അപ്പൊ ബ്രോംലിയിൽ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവരിങ്ങനെ കേരളത്തിൽ നിന്ന് കുറെ കലാകാരന്മാർ വന്നു, അവർക്ക് ഓണസദ്യ കൊടുക്കണം. അങ്ങനെ ഓണത്തിന് 2 ദിവസം മുന്നേ കണ്ടായിരുന്നു. ഒരുപാട് റിഫ്രഷ് ആയ ഒരു അതിപ്പം അന്ന് ഓർമ്മയുണ്ട്, അന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം തുടങ്ങിയപ്പം നിങ്ങളാണ് ആ ഫസ്റ്റ് പാട്ട് പാടിയത്, പൂവിളി പൂവിളി. ഓണത്തിന്റെ പാട്ട് ഏറ്റവുമാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് പാടി നമുക്ക് പ്രേക്ഷകരോട് തുടങ്ങാം. തിരുവോണം കഴിഞ്ഞ് എന്നാലും പക്ഷെ ആ പാട്ട് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓണത്തിന് ആൽബമൊക്കെ ഉണ്ടെങ്കിലും ഈ സിനിമയിൽ കൂടെ വന്ന ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു മലയാളിയുടെ മനസ്സിൽ അത് ഏത് സമയത്തായാലും ആ പൂക്കളവും പൂളിയൊക്കെ ഓടി വരും. അപ്പൊ ആ പാട്ട് പാടി നമുക്കൊന്ന് തുടങ്ങിയാലോ? ഷോർ. പിന്നെ ഓക്കെ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. സത്യം പറഞ്ഞാൽ ഈ പാട്ട് കേട്ടാൽ ഒരു ഓണത്തിന് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള നമ്മളൊക്കെ പ്രവാസികളായിരുന്നു. അപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള എല്ലാ മലയാളികളും എപ്പോഴെങ്കിലും ഓണം വരുന്നതിന് മുമ്പ് കേൾക്കുന്നൊരു പാട്ടാണ്. അപ്പം ഒരുപാട് വേദികളിൽ ഇപ്പോഴും ഫ്രഷ് ആണ്. എപ്പോഴും അത് കേൾക്കുമ്പോഴും നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആളൊക്കെ ഒരു കേരളത്തിന്റെ ഓർമ്മകൾ ആദ്യം തന്നെ ഓടിയെത്തും. ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഒരു ചിന്തയാണ് ഓണം എന്ന് പറയുന്നത് സന്തോഷമാണ്, ഐശ്വര്യമാണ്, മാവേലിയൊക്കെ വരുന്നു, അപ്പോൾ പൂവിട്ട് അവരെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ നമുക്ക് കാണുന്ന പോലെ തന്നെ തോന്നുന്നു. അപ്പോൾ റോഷൻ പറയൂ, നമ്മൾ കണ്ണൂരാണ്, കണ്ണൂരിലെ ഓണം. ഇപ്പോൾ ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഓല ഇലയിൽ നമ്മുടെ കുറേ സദ്യ വട്ടങ്ങളൊക്കെയാണ്. പക്ഷേ മലബാറിൽ ഓണം വേറെയാണ്. അപ്പോൾ നമ്മൾ തിരുവിതാംകൂറിലൊക്കെ പച്ചക്കറികൾ മാത്രമാണ്. അപ്പം മലബാറിലൊക്കെ പോയി കഴിഞ്ഞാലാണ് അറിയുക അവിടെ മീൻ പൊരിച്ചതുണ്ട് അന്നത്തെ ദിവസം, അല്ലെങ്കിൽ കോഴി പൊരിച്ചതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഓണവിശേഷം എങ്ങനെയാണ്? ഓണത്തിന്റെ ഓർമ്മ ഇപ്പം ചേട്ടൻ പറഞ്ഞു തന്നെ, നമ്മളിങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ നമ്മുടെ ഇടത്തെ സൈഡിൽ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ പച്ചയായ കറികൾ മാത്രം കണ്ട് നമ്മൾ പ്രതീക്ഷിക്കും എവിടെയോ ഒരു പൊരിച്ച എന്തോ ഒരു മീനാണോ കോഴിയാണോ ഇനി എന്തായാലും ഇല്ലേ പൊരിച്ച നോൺ വെജ് ഇല്ലാത്ത ഇങ്ങനെ വരും. മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂരൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഓണത്തിന് നിർബന്ധമായിട്ടും ഒരു ഐക്കൂറ, നമ്മുടെ അവിടെ ഐക്കൂറയാണ്. അതെ, ഐക്കൂറ എന്ന് പറയുമ്പോൾ പിള്ളേച്ചേട്ടാ നമുക്ക് ആ ഒരു സമയം ഇപ്പം വളരെ വളരെ കോമൺ ആണ്. ഫിഷും ചിക്കനും നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്നത്. ആ സമയത്ത് ഈ ഐക്കൂറ, ഈ ചിക്കൻ ഫ്രൈ, ബിരിയാണി ഓണത്തിന്റെ അന്നൊക്കെ, വിഷുവിനും ഏകദേശം നമുക്ക് ഇടി കിട്ടും. അതെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കണം. നമ്മുടെ ഓണത്തിന് ഉത്രാടത്തിനാണ് ഈ എപ്പിസോഡ് തുടങ്ങിയത്, തിരുവോണം കഴിഞ്ഞു. അപ്പൊ 3ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ 3ാമത്തെ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായിട്ട് റോഷന്റെ വകയായിട്ട് ഏത് വിഷയമാണ് ചെയ്യുന്നത്? ഇത് കണ്ണൂർ മാത്രം ടെലികാസ്റ്റ് ചെയ്യുന്നതായിരുന്നെങ്കിൽ ഒരു ബിരിയാണി ആക്കിയത്. അപ്പം ഇത് ഒത്തന്റിക് ഓണത്തിന്റെ ഇതായത് കൊണ്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഓലൻ ആണ്.
ഓലൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ സദ്യയിൽ ഓലന് പ്രത്യേകിച്ച് ഒരു രുചിയൊന്നും ഇല്ലാത്തൊരു കറിയാണ്. തേങ്ങാപ്പാലിനകത്ത് നമ്മൾ ഏതെങ്കിലും കഷ്ണം ഇപ്പം മത്തങ്ങയോ കുമ്പളങ്ങയോ അല്ലെങ്കിൽ പടവലങ്ങയോ പലതരം പച്ചക്കറികൾ അതിനകത്ത് പയറുവർഗ്ഗങ്ങൾ അച്ചിങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലിൽ ഉപ്പോ പുളിയോ എരിവോ മധുരമോ ഒന്നും ഇല്ലാത്ത മറ്റ് കറികളുടെയൊക്കെ രുചി മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിഷാണ്. അത് മലബാറിൽ അതൊരു കമ്പൽസറിയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ തിരുവിതാംകൂറിലെ ഓലൻ അത്ര പ്രിയമല്ല. ഈ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ സ്ഥലത്ത് ഓലൻ അറിയില്ല, അവർക്ക് തീയലാണ് അതിന് പകരം, അത് കുറച്ചുകൂടെ മസാലയൊക്കെ ഉള്ളത്. പക്ഷേ എറണാകുളം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഓലനില്ലാത്തൊരു സദ്യയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, കാരണം ആ ഒരു കറി എന്ന് പറയുന്നത് അതിനൊരു സ്വാദില്ല ശരിക്കും. അതിൻ്റെ ഉപ്പോ അതിൻ്റെ ശരിക്കും പറയുന്ന ഉപ്പും പുളിയും എരിവും മധുരവും ഒന്നും തിരിച്ചറിയാൻ പാടില്ല. സദ്യയുടെ രുചി എന്ന് പറയുന്നത് ഉപ്പ് പുളി എരിവ് മധുരം കയ്പ് ചവർപ്പ് 6 രുചിയുടെ സമന്വയമാണ് ഒരു ഇലയിൽ കാണുന്നത്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും ബാലൻസ് ചെയ്യാനായിട്ട് ഇടയ്ക്കൊന്ന് ഓലനി തൊട്ട് വരുമ്പം മറ്റുള്ള കറികളുടെ രുചികൾ അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തിൻ്റെയും ബാലൻസ് ചെയ്യേണ്ട ഒരു കേരളത്തിൻ്റെ മാത്രം ഒരു തനതായിട്ടുള്ള ഒരു ഡിഷാണ് ഓലൻ. അപ്പം ഒന്നൊന്നര രുചിയിൽ ഇവിടെ കണ്ണൂർക്കാരൻ പ്രിയ ഗായകനായ റോഷന്റെ ഓലനാണിത്. റോഷന്റെ ഓലൻ. അപ്പം റോഷന്റെ അമ്മ പറഞ്ഞ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റെഡിയാക്കി. അച്ചിങ്ങ പയറ്, വെള്ളരിക്ക, വാഴയ്ക്ക, അതുപോലെ പയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും വേണമെന്ന് പറഞ്ഞാൽ 2 എടുത്ത് വെച്ചു. പച്ചമുളക് നീളത്തിൽ കീറിയതും കറിവേപ്പിലയും ഉപ്പും വെളിച്ചെണ്ണയും റെഡിയാക്കാം. ഇതിന്റെ കൂടെ പക്ഷെ നമ്മൾ 1-2 പാട്ടൊക്കെ പാടിപ്പിക്കും ഓണത്തിന്റെ ആയതുകൊണ്ട്. പകുതി കിട്ടോ? ഓക്കെ. പറഞ്ഞ പോലെ നമ്മുടെ അച്ചിങ്ങാപ്പയർ എടുത്ത്, അമ്മയുടെ സ്പെഷ്യൽ അച്ചിങ്ങാപ്പയർ. അമ്മ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ വേറെ ഒന്നും ഇട്ടില്ലെങ്കിൽ അച്ചിങ്ങാപ്പയറാണ്. സാധാരണ നമ്മൾ 2 വെജിറ്റബിൾ ആണ്, അത് കാരണം 3 പച്ചക്കറിയാണ്. ആരോഗ്യത്തിന് നല്ലതാണ്. 2-ാം പാലിലാണ് വേവിക്കുന്നത് അല്ലേ? അതെ അതെ. പച്ചമുളക് ഇപ്പോൾ ഇടണോ അതോ ഇതിന്റെ കൂടെ തന്നെ അല്ലേ? പച്ചമുളക്, അതെ പച്ചമുളക് അതിന്റെ കൂടെ. അമ്മ പറഞ്ഞു ഇത് മോനെ ഇതില് വേറെ ഒന്നുമില്ല, സ്പൈസസ് വേറെ ഒന്നുമില്ല, പച്ചമുളകാണ് ഇതിലെ മെയിൻ എരിവ് തരുന്ന ആള്. കറിവേപ്പിലയാണ്. അമ്മയുടെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഓർമ്മയുണ്ടോ എപ്പോഴും? എല്ലാ മക്കൾക്കും നമ്മുടെയൊക്കെ വീടുകളിലുള്ള അല്ലെങ്കിൽ കുറേയൊക്കെ മുതിർന്ന് നിങ്ങൾ ജോലിക്ക് പഠിക്കാനൊക്കെ പോയി പലയിടത്തും പോയി പല ഭക്ഷണം കഴിക്കും. പക്ഷെ ഒരാഴ്ച സ്ഥിരമായിട്ട് ഏത് മുന്തിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും നമ്മളെ വീട്ടിൽ പോയി അമ്മ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ കൊതി വരും. അങ്ങനെ കൊതി വരുന്ന അമ്മയുടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാ? ചേട്ടാ, എനിക്ക് അമ്മ ബേസിക്കലി ഉണ്ടാക്കുന്ന മെജോറിറ്റി ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. അമ്മ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നമുക്ക് നോൺ വെജിനോടാണ് കുറച്ച് താല്പര്യം ചേട്ടാ. അപ്പം അത് വളരെ കോമൺ ആണ്. ചിക്കൻ സ്റ്റ്യൂ, മട്ടൺ സ്റ്റ്യൂ, എല്ലാ സ്റ്റ്യൂ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തുമായിട്ടാണ് കഴിക്കുന്നത്? അപ്പമായിട്ടാണോ അല്ലെങ്കിൽ ഈ സ്റ്റൂവിന്റെ കൂടെ എന്ത് ബ്രെഡാണ് നിങ്ങൾ ഉപയോഗിക്കുക? ഏറ്റവും ഇഷ്ടം പുട്ടിന്റെ കൂടെ കഴിക്കാനാണ്. പുട്ടും സ്റ്റൂ കുഴച്ച് കഴിക്കാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. ഈ ഒരു വർഷക്കാലമായിട്ട് പൊറോട്ടേന്റെ കൂടെ സ്റ്റ്യൂ എന്തൊരു ടേസ്റ്റ് ചേട്ടാ. കഷ്ണങ്ങളൊക്കെ അങ്ങനെ വെന്ത് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് റോഷൻ പാടണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടുണ്ട്, അത് പാടാൻ പറ്റുമോ? നമ്മളുടെ ജോൺസൺ മാഷിന്റെ മെല്ലെ മെല്ലെ മുഖപടം. മെല്ലെ മെല്ലെ മുഖപടം നമ്മുടെ നല്ല എല്ലാ മലയാളികളും ഇഷ്ടം. പക്ഷെ എനിക്കാ വേണ്ടത് ആ പാട്ടല്ല, ഇത് ഓണമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടനാണ്. മനസ്സിലായി. വേണം പൂപ്പുട വേണം പൂവി വേണം, ആ പാട്ടൊന്ന് പാടൂ. അതിന്റെ ഇടയിൽ നമ്മുടെ കഷ്ണങ്ങൾ വെറിയായി നിങ്ങൾ പറഞ്ഞ വൻപയറും കൂടെ ഒരു സ്പൂൺ ഇട്ടേക്കാം. പാട്ട് പാടി തീരുമ്പോഴത്തേക്ക് ഓലന്റെ പകുതി റെഡിയാവും. പിന്നെ 1-ാം പാലും ഇട്ട് വെളിച്ചെണ്ണയും ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഓലൻ റെഡി. അപ്പൊ പാട്ട് പഠിക്കുള്ളൂ. നാഴീപ്പൂവെള്ളും പൊന്നെല്ലും ചോഴിക്കും മക്കൾക്കും തായോ, നാവോരും പാടണ കന്നി മൺകുടയും വീണയുമായി നീ എന്തേ വന്നില്ല, പൊന്നോണം പോയല്ലോ. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം, പൂനാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം,
പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം. അടിപൊളി. ദേ, താങ്ക് യു. ഓലൻ കഷ്ണങ്ങൾ ഏകദേശം ഒക്കെ റെഡിയായി. അപ്പൊ ഇത് രണ്ടാം പാലിലിരുന്ന് ആയി. ഇനിയിപ്പോ നമുക്ക് ഉപ്പ് ചേർക്കണം. ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ അധികം നേരം നമ്മൾ ഈ ഓലൻ വേവിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. കാരണം ആ പാലിനകത്തിരുന്ന് കുറുകി ബാക്കിയൊക്കെ ഈ തേങ്ങാപ്പാലിന്റെ രുചിയാണ്. തേങ്ങാപ്പാലും ഈ കഷ്ണങ്ങളുടെ ജ്യൂസ്, അതായത് വെള്ളരിക്കയും വൻപയറും വാഴക്കയും അച്ചിങ്ങയുടെ ഒക്കെ സ്വാഭാവികമായിട്ടുള്ള നീരും വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഉപ്പും കറിവേപ്പിലയാണ് ഇതിന്റെ സ്വാദ്. ശരി, അപ്പൊ ഒന്നാം പാല് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഞാൻ ചേർത്ത് തരട്ടെ? ഓ ഇനി അതിൻ്റെ പരുവത്തിനുള്ള ഉപ്പ് ഇത് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ഉപ്പോ ഒന്നും അറിയാൻ പാടില്ല. ജസ്റ്റ് പേരിനൊരു ഇത്തിരി ഉപ്പ് മാത്രം ഇടുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ, ഓണമല്ലേ, കറിവേപ്പിലയുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ റോഷൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ യാത്ര ചെയ്ത സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കഴിച്ച്, ഇപ്പോൾ നമ്മുടെ നിങ്ങൾ മലയാളികളൊക്കെ എവിടെ പോയാലും കപ്പയും മീൻകറി എവിടെ ഉണ്ട് അല്ലെങ്കിൽ ഊണുണ്ടെന്നാണ്, എന്നാലും അതൊന്നും കിട്ടാത്ത സ്ഥലത്ത് പോയപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുള്ള കേരള ഭക്ഷണം അല്ല ഇന്ത്യൻ ഭക്ഷണം അല്ലാതെ എന്തെങ്കിലും ഓർത്തിരിക്കുന്നത് ഏത് ഭക്ഷണമാണ് അങ്ങനെ ഓർമ്മയുള്ളത്? സൂഷി. അടിപൊളി. പച്ച റോ ഫുഡൊക്കെ ജാപ്പനീസ് ഭയങ്കര ഹെൽത്തി ഫുഡും സൂപ്പർ ഫുഡായിട്ട് ലോകത്തിൽ ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്ന സൂഷിയൊക്കെയാണ്. അപ്പൊ അത് കഴിച്ചു, ഇഷ്ടപ്പെട്ടു. ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ പച്ചക്കുള്ള എങ്ങനെയോ കഴിച്ചു പോയത് അത്. അപ്പൊ അടിപൊളി. അങ്ങനെ ഒന്ന് കഴിച്ചു, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തു. റോ ആയിരുന്നു, വലിയ കുഴപ്പമില്ലാണ്ട് പക്ഷെ പോയി. അതെ, ഭയങ്കര. ഇപ്പൊ ഈ ഒരു അടുത്ത കാലത്ത് ആളുകളുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട, ഇപ്പം വേൾഡിൽ തന്നെ ഏറ്റവും സൂപ്പർ ഫുഡായിട്ടും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട്, പണ്ട് ഇപ്പോൾ ഫ്രഞ്ച് ക്യൂസിനായിരുന്നു. ഫ്രഞ്ച് ഭക്ഷണമൊക്കെയാണ് ആളുകൾ വലിയ ഒരു 80 പൗണ്ട് അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ റെസ്റ്റോറൻറ്റ്സ് യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രഞ്ച്, ഗ്രീക്ക് ഇതൊക്കെയാണ്. ഇപ്പോൾ ആ ഒരു ഗണത്തിൽ ജപ്പാനീസ് ക്യൂസിൻ വന്നത് തന്നെ ആ ഒരു രീതിയിൽ ഹെൽത്തി വേർഷൻ, ഒരുപാട് ഓവർ കുക്ക് ചെയ്യാത്ത റോ ഫിഷ് ആയിക്കോട്ടെ, പക്ഷെ റോ അല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഫിഷും റൈസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓലൻ റോഷന്റെ അമ്മയുടെ റെസിപ്പിയിൽ ഉണ്ടാക്കിയ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒക്കെ ഉണ്ടാക്കാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അച്ചിങ്ങ പയർ, വാഴയ്ക്ക, അതിൻ്റെ കൂടെ വെള്ളരിക്ക, വൻപയർ വേവിച്ച് രണ്ടാം പാലിൽ പച്ചമുളകും കറിവേപ്പിലയും ലേശം ഉപ്പിട്ട് വേവിച്ചു. ഒന്ന് വെന്തപ്പം ഒന്നാം പാല്, നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ച് തീ അണച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറുക്കിയെടുത്ത എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് ഇപ്പോൾ റോഷൻ ഉണ്ടാക്കി. അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ഭംഗിയാണ്. ഇത്തിരി തരും. ആളുകൾ പറയും ഇത് ചുമ്മാ ഈ രുചിയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും പറയും എന്ത് കൊടുത്താലും കൊള്ളാം. പക്ഷെ ഇതങ്ങനല്ല, അസാധ്യമായ ഒരു രുചി. കാരണം നമുക്ക് തേങ്ങാപ്പാലിനകത്ത് എന്തുണ്ടാക്കിയാലും രുചിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ ഈ പച്ചക്കറി വളരെ ഫ്രഷായിട്ട് ഒരുപാട് വേവിക്കാതെ പ്രഷർ കുക്കറിലൊന്നുമല്ല, ഡയറക്റ്റായിട്ട് ഈ പാലിൽ തന്നെ വെന്ത കാരണം ആ പച്ചക്കറിയുടെ നീരെല്ലാം സ്വാഭാവികമായ നീര് തേങ്ങാപ്പാലിനകത്ത് വന്നിരിക്കുകയാണ്. അത് ഈ ഒന്നാമത്തെയും രണ്ടാം പാലിൽ വേവിച്ചെടുത്ത് ആ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയുടെയും രുചി. അപ്പോൾ ഓലൻ കഴിക്കാത്തവരെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കുക. നിങ്ങൾ കണ്ട പോലെ 10 മിനിറ്റിൽ തീർക്കാം. 10 മിനിറ്റ് ഇത് പ്രിപ്പ് ചെയ്യാനും 10 മിനിറ്റ് കുക്ക് ചെയ്യാനും ഒരു ഉഗ്രൻ കറി റെഡിയാകും. അപ്പം ഇവിടെ വന്ന ഈ ഒരു അവിട്ടം നാളിൽ 3ാമത്തെ എപ്പിസോഡിൽ വന്നതിൽ ഒരുപാട് നന്ദി. അതിനോടൊപ്പം നമ്മുടെ വക ഒരു ഓണം സമ്മാനം ഗിഫ്റ്റ് ആയിട്ടുണ്ട്. താങ്ക് യു. ഈ ഓണ സമ്മാനം റോഷനല്ല, റോഷന്റെ അമ്മയ്ക്കാണ്. കാരണം ഒരു കുക്കറിനകത്ത് ഈ വിസിലടുപ്പിച്ച് ഓലൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കാരണം പ്രസ്റ്റീജിന്റെ ഫ്ലിപ്പ് ഓൺ കുക്കർ ഓണ സമ്മാനമായിട്ട് നൽകുന്നു. അപ്പൊ വന്നതിൽ വളരെ സന്തോഷം. ഒന്നെന്ന രുചിയിൽ വന്നതിലും ഓലൻ കാണിച്ചതിലും പാട്ടൊക്കെ പാടി പ്രേക്ഷകരുമായിട്ട് ഇടപഴകിയതിലും വളരെയധികം നന്ദി. ഒരുപാട് അവസരങ്ങൾ വരട്ടെ. ഒരുപാട് പാട്ടുകൾ, പുതിയ പാട്ടുകളൊക്കെ പാടാനായിട്ട് മലയാള സിനിമയിലൊക്കെ വരാനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ
ടച്ച് ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്കിങ് സീ കേരളം ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് ഒന്നൊന്നര രുചി ക്രൂ ആൻഡ് സ്പെഷ്യലി പിള്ളച്ചേട്ടൻ്റെ കൂടെ വീണ്ടും ഒരു വേദിയിൽ കാണാൻ പറ്റി, നമുക്ക് ഇരിക്കാൻ പറ്റി, അറ്റ്ലീസ്റ്റ് കുക്ക് ചെയ്യാൻ പറ്റി. അത് പ്രതീക്ഷിക്കാത്തൊരു വെരി വെരി അൺഎക്സ്പെക്റ്റഡ് ആണ്. ആൻഡ് ഒരുപാട് സന്തോഷം. വീണ്ടും നമ്മളൊരു 10 years ശേഷം നമ്മൾ കണ്ടു. സോ വൺസ് അഗെയിൻ വിഷിംഗ് എവ്രി വൺ, എല്ലാ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ റോഷന്റെ വക കണ്ണൂർ സ്പെഷ്യൽ ഓലൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എൻ്റെ വക ഒരു സ്പെഷ്യൽ നിങ്ങൾക്കുണ്ട്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഉള്ളി തക്കാളി പച്ചടിയാണ്. ഈ പച്ചടി പോലെ അങ്ങനെ നിങ്ങൾ അരയ്ക്കോ പിടിക്കോ ഒന്നും വേണ്ട, ഏത് നേരം ഇത് ഓണത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ ഇലക്കകത്ത് വിളമ്പുന്ന ഒരു റെയ്ത്ത സ്റ്റൈലാണ്. പക്ഷെ ആ റെയ്ത്തയ്ക്ക് ഒരു കടുകൊക്കെ വറുപ്പുണ്ട്. വളരെ വേഗത്തിൽ ബാച്ചിലേഴ്സായിട്ടൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ കറികളൊന്നും ഇല്ലെങ്കിൽ ഒരു അച്ചാറുണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ ഉള്ളി തക്കാളി പച്ചടി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉള്ളി തക്കാളി പച്ചടിയാണ്. അതെങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടു. 2 സവാള ഉള്ളി വളരെ നൈസായിട്ട് അരിയണം. അതേപോലെ ഒരു 3-4 പച്ചമുളക് നീളത്തിൽ ജസ്റ്റ് ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിടുക. തക്കാളിയും അതേപോലെ തന്നെ സ്ലൈസായിട്ട് അരിഞ്ഞ് ലേശം ഉപ്പിട്ട് നല്ലപോലെ വേണമെങ്കിൽ കൈ വെച്ചൊന്ന് ഞെരടി എടുത്താൽ അതും നല്ല അതിൻ്റെ ഉള്ളിയുടെയും തക്കാളിയും കൂടെ ആ നീരൊക്കെ ഇറങ്ങി വരണം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പിട്ട് ഇതൊന്ന് മറിനേറ്റ് ആയിട്ടിരിക്കുകയാണ്. അതിലേക്ക് സിമ്പിളായിട്ടുള്ള തൈര് ഒഴിച്ച് കലക്കി വെക്കുക. നമ്മൾ വിചാരിക്കും ബിരിയാണിക്കൊക്കെയുള്ള റെയ്ത്തയാണെന്ന്, പക്ഷെ അതൊന്നുമല്ല. അതിൻ്റെ സ്വാദ് മാറുന്ന വേറെ സംഭവമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഓണത്തിനും ഇതേപോലെ എന്ത് കറിയുടെ കൂടെയും ഒരു സൈഡ് ഡിഷായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഉള്ളി തക്കാളി പച്ചടി. അപ്പോൾ തൈരിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് അരിഞ്ഞതിനകത്തോട്ട് ഉപ്പും തൈരും ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ കടുക് വറുത്തിടുന്നതാണ്. നല്ല കടുകും വത്തൽമുളകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ താളിച്ച് ഇതിനകത്ത് ഒഴിക്കും. കുക്ക് ചെയ്യില്ല. ഇത് അധികം പാചകം ആവശ്യമില്ലാത്ത ഒരു വിഭവമാണ്. അപ്പോൾ ഇത് ഓണത്തിൻ്റെ ഇലയിൽ വിളമ്പി കൊടുക്കാൻ പറ്റിയ ഒരു ഉഗ്രം സംഭവം. ഒരു പാൻ എടുക്കുക. പാൻ ചൂടായിട്ട് നേരത്തെ എപ്പോഴും പറയാറുള്ള പോലെ കടുക് വറുക്കുന്നതിന് മുമ്പ് എല്ലാ സംഭവങ്ങളും റെഡി ആയിരിക്കണം. നമ്മുടെ റെഡിയാണ്. വത്തൽമുളകും കറിവേപ്പിലയാണ്. ഇതിന് ചുമന്നുള്ളിയുടെ ആവശ്യമില്ല. അതുപോലെ ലേശം കായപ്പൊടിയും ലേശം മുളക് പൊടിയും നമ്മൾ കടുക് വറുക്കുന്നതിനോടൊപ്പം. അപ്പോൾ എല്ലാ സംഭവങ്ങളും തൊട്ടരികിലുണ്ട്. പാൻ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എണ്ണ ഒഴിച്ച് ഇത് താളിക്കാൻ പറ്റും. എണ്ണ ചൂടായതിനു ശേഷമാണ് എപ്പോഴും കടുക് പൊട്ടിക്കേണ്ടത്. കടുക് ഇട്ടാൽ ഉടൻ തന്നെ പൊട്ടണം. അതാണ് എൻ്റെ ഒരു തത്വം. എപ്പോഴും ഈ ടെമ്പറിങ് എന്ന് പറയുന്നത് ഫിഷ് കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ മീൻകറിക്കൊക്കെയാണ് കൂടുതൽ താളിക്കുക. വെളിച്ചെണ്ണ ചൂടായി കടുകിട്ടാൽ ആ സമയത്ത് പൊട്ടുന്ന പരുവം. അത് കുറച്ച് പേര് കടുകൊക്കെ ഇട്ടിട്ടത് ആ എണ്ണയ്ക്കകത്ത് ചൂടായി അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ കടുക് പൊട്ടുന്നതാണ് കറിയുടെ സ്വാദ് കൂടുന്നത്. അപ്പോൾ ഓണത്തിന് ഇതിപ്പം കുറേ കറികളൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ പച്ചടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കടുക് അരച്ച് തേങ്ങയൊക്കെ അരച്ച് പാവയ്ക്ക വെച്ച് വെണ്ടയ്ക്ക വെച്ചിട്ട് പച്ചടിയും കിച്ചടിയും മധുരമുള്ള പൈനാപ്പിളൊക്കെ വെച്ചിട്ടുള്ള കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു വ്യത്യസ്തമായിട്ട് കാരണം ഉള്ളി സവാള ഇട്ടുള്ള കറികളൊക്കെ സദ്യയിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു തക്കാളിയും ഉള്ളിയും പച്ചമുളകിൻ്റെ സ്വാദ് വരുന്നത്. അപ്പോൾ എണ്ണ ചൂടായി നമ്മളിതേ കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടണം. അതാണ് ഇതിൻ്റെ ഒരു സ്വാദ് വരിക. കടുക് പൊട്ടിത്തീരുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ലേശം കായപ്പൊടി, ലേശം മുളക് പൊടി, ആ മുളകൊന്ന് വെളിച്ചെണ്ണയിൽ ചൂടായിട്ട് വരുമ്പോൾ ആ ഒരു കടുകും മുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഇൻഫ്യൂസ് ആയിട്ട് വരും. ആ ഓയിലാണ് ഈ കറിയുടെ ടേസ്റ്റ് മാറ്റുന്നത്.
ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. തീ ഓഫ് ചെയ്യുക, നേരെ പച്ചടിയിലേക്ക്. ഉള്ളി തക്കാളി പച്ചടി റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് വളരെ ഫ്ലേവർഫുള്ളാണ്. അപ്പോൾ ഉള്ളിയുടെ ഫ്രഷ് ആയിട്ടുള്ളൊരു ചട്നിയാണ്, ഫ്രഷ് ആയിട്ടുള്ളൊരു പച്ചടിയുടെ രുചി നമുക്ക് കിട്ടും. ഉള്ളിയും തക്കാളിയും ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആകെയുള്ളത് ഈ വെളിച്ചെണ്ണ, ചൂടായ വെളിച്ചെണ്ണ, കടുക് പൂപ്പിച്ച ആ കടുകിൻ്റെയും മുളകിൻ്റെയും സ്വാദും ഫ്ലേവറൊക്കെ ആവാഹിച്ച എണ്ണ ഇതിനകത്ത് ആ തൈരിലേക്ക് ചേരുന്ന ഒരു സ്വാദാണ്. അപ്പോൾ ഓണത്തിന് ഒരു സിമ്പിൾ കറിയാണ്. വളരെ വേഗത്തിൽ, നിങ്ങൾ കണ്ടല്ലോ, ഇതൊരു 5 മിനിറ്റ് പോലും ഇല്ല. ഇത് ഓണത്തിന് നല്ല കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സാലഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലും ഉപയോഗിക്കാൻ പറ്റിയൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഓണം സ്പെഷ്യൽ ഒന്നൊന്നോ രുചിയുടെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. റോഷൻ്റെ ഓലൻ നിങ്ങൾ കണ്ടു, ഉള്ളി തക്കാളി പച്ചടി നിങ്ങൾ കണ്ടു. അപ്പോൾ വീണ്ടും അടിപൊളി ഒരു എപ്പിസോഡുമായിട്ട് ചതയം ദിനത്തിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വലിയൊരു നമസ്കാരം. താങ്ക് യു സോ മച്ച്.